ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 63. ഈതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യേഥേച്ഛസി തഥാ കുരു. വിവർത്തനം. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നതെന്തോ അത് ചെയ്യുക. ഭാവാർത്ഥം. ബ്രഹ്മഭൂതാവസ്ഥയെക്കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ അർജുനന് നൽകിക്കഴിഞ്ഞു. ഈ അവസ്ഥയിലെത്തിയ ഒരാൾ ആനന്ദഭരിതനായിരിക്കും. അയാൾക്ക് ആവലാതികളില്ല, ആഗ്രഹങ്ങളുമില്ല. അത് രഹസ്യജ്ഞാനം നേടിയത് മൂലമാണ്. പരമാത്മാവിനെക്കുറിച്ചും കൃഷ്ണൻ പറയുന്നു, ഇതും ബ്രഹ്മജ്ഞാനം തന്നെ. എന്നാൽ ഇത് കുറെ കൂടി ഉത്കൃഷ്ടമായതാണ്. യഥേച്ഛസി തഥാ കുരു. ഹിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന വാക്കുകൾ ജീവാത്മാവിനുള്ള അല്പമാത്രമായ സ്വാതന്ത്ര്യത്തിൽ ഈശ്വരൻ ഇടപെടില്ലെന്ന് ധ്വനിപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തെ ഒരാൾക്ക് എത്രമാത്രം ഉത്കൃഷ്ടമാക്കാമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഹൃദയസ്ഥനായ പരമാത്മാവിന് സ്വയം അർപ്പിക്കുക എന്ന നിർദ്ദേശമാണ് അർജുനന് നൽകപ്പെട്ട ഉപദേശങ്ങളിൽ വെച്ചുത്തമം. ശരിയായ വിവേകത്തോടെ പരമാത്മാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരാൾ തയ്യാറാവണം. ഇത് നിരന്തരം കൃഷ്ണാവബോധം പുലർത്തി മനുഷ്യ ജീവിതത്തിൻ്റെ പരമവും അന്യൂനവുമായ സ്ഥിതിയിലെത്താൻ സഹായിക്കുന്നു. ഭഗവാൻ നേരിട്ടു തന്നെ അർജുനനോട് യുദ്ധം ചെയ്യാൻ ഉപദേശിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിക്കുക എന്നത് ജീവാത്മാവിൻ്റെ നന്മയ്ക്കായി തന്നെ ആണ്, ഭഗവാന്റെ മേന്മയ്ക്ക് വേണ്ടിയല്ലാതെ. സമർപ്പണത്തിനു മുമ്പ് ഈ വിഷയത്തെപ്പറ്റി തൻ്റെ ബുദ്ധിശക്തിക്കാവുന്നിടത്തോളം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഭഗവത് നിർദ്ദേശം സ്വീകരിക്കേണ്ടുന്ന ഉത്തമമായ മാർഗമതാണ്. കൃഷ്ണൻ്റെ പ്രതിനിധിയും വിശ്വാസ്യനുമായ ആധ്യാത്മികാചാര്യനിൽ നിന്നും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും. ശ്ലോകം 64. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. വിവർത്തനം. എനിക്ക് എത്രയും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ് പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്കു നൽകുന്നത്. ഇനിയും കേൾക്കൂ, നിന്റെ മേന്മയ്ക്കു വേണ്ടിയാണിത്. ഭാവാർത്ഥം. ഗോപ്യമായ ബ്രഹ്മജ്ഞാനത്തെയാണ് ഭഗവാൻ അർജുനന് നൽകിയത്. സർവഭൂത ഹൃദയസ്ഥനായ പരമാത്മാവിനെപ്പറ്റി പരമരഹസ്യമായ ജ്ഞാനവും ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യുക എന്നത് ഇതിലുൾപ്പെടുന്നു. 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ തന്നെ കൃഷ്ണൻ നിർദ്ദേശിക്കുന്നുണ്ട്, മന്മനാഭവ, എപ്പോഴും എന്നെ സ്മരിക്കുക. ഗീതോപദേശത്തിൻ്റെ കാതലെന്തെന്ന് ഊന്നിപ്പറയുന്നതിനായി അതേ നിർദ്ദേശം ഇവിടെ ആവർത്തിക്കുകയാണ്. ഈ കാതലായ വശം കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ശുദ്ധഭക്തനായ ഒരാൾക്കല്ലാതെ ഒരു സാമാന്യ മനുഷ്യന് മനസ്സിലാക്കാനാവില്ല. എല്ലാ വൈദിക സാഹിത്യങ്ങളിലും പ്രസ്താവിക്കപ്പെട്ടതിൽ വെച്ച് സുപ്രധാനമാണ് ഈ ഉപദേശം. ഇത്തരുണത്തിൽ കൃഷ്ണൻ പറയുന്നത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ കഴമ്പ്. അർജുനൻ മാത്രമല്ല, സർവ്വജീവാത്മാക്കളും അനുസരിക്കേണ്ടതുമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.